സദസ്സിലിരുന്നു കൊണ്ട് കരയുമെന്ന് തീരുമാനിച്ചവർ, അല്ലാഹുവിന്റെ മുന്നിൽ ഇനി മുതൽ ദുആ ചെയ്യുന്ന സമയത്ത് കരയുമെന്ന് തീരുമാനിച്ചവരെ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന 5 പ്രതിഫലങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞു തരാം. 5 പ്രതിഫലങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞു തരാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ വഅദിന്റെ സദസ്സിലേക്ക് കടന്നു വന്ന ഉമ്മ സീരിയൽ കണ്ടുകൊണ്ട് കരയുമല്ലോ. പ്രായം ചെന്ന ഉമ്മമാര് സീരിയൽ കണ്ടിട്ട് കരയുകയാണ്. ഒരു പ്രയോജനവുമില്ല ഉമ്മ. ഖസറത് ദുനിയാ വൽ ആഖിറ, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്നതല്ലാതെ ഒരു പ്രയോജനമില്ല. മരണ വീട്ടിൽ പോയിരുന്ന് കരയുമല്ലോ. എടാ, മരണ വീട്ടിൽ പോയി കരയുന്നവന് സ്വർഗം കിട്ടില്ലല്ലോ. അല്ലാഹുവേ, മരണ വീട്ടിലിരുന്ന് കരയുന്നവൻ ഒരിക്കലും സ്വർഗം കിട്ടൂല. പിന്നെ എന്തിനാ നീ ഇരുന്ന് കരയുന്നത്? മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു മരണ വീട്ടിൽ കടന്നു ചെന്നപ്പോ ഒരാളിരുന്ന് കരയുകയാണ്. ഇമാം ഗസാലി തങ്ങൾ അവിടെ അത്ഭുതത്തോടെ ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? ആ മരിച്ചവനെ ഓർത്തിട്ട് നീ കരയല്ലേ, നീ നിന്നെ കുറിച്ച് ഓർത്തിട്ട് കര. കാരണം മരിച്ചു കിടക്കുന്നവന് മരണത്തിന്റെ വേദന അനുഭവിച്ചു കഴിഞ്ഞല്ലോ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, മരണത്തിനൊരു രുചിയുണ്ടെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്.